കാർത്തിക അവസാന മുക്കാൽ, രോഹിണി മകീരം ആദ്യ പകുതി ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് അനുഭവപ്പെടുക. തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികൾ നേരിടാൻ സാധ്യതയുണ്ട്. മേലധികാരികളുമായി സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കുക. ആഴ്ചയുടെ പകുതിയോടെ സമയം അനുകൂലമായി മാറും. ബിസിനസ് രംഗത്ത് വളർച്ചയും നല്ല വരുമാനവും പ്രതീക്ഷിക്കാം. വീട് സംബന്ധമായ കാര്യങ്ങൾക്കോ ഭൂമി വാങ്ങാനുള്ള ശ്രമങ്ങളോ വിജയിക്കും. മുടങ്ങിക്കിടക്കുന്ന ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ വാഹന സംബന്ധമായ കാര്യങ്ങൾ പുനരാരംഭിക്കും. കായിക രംഗത്തും ഭരണരംഗത്തും ഉള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായി ഈ ആഴ്ച അല്പം ഞെരുക്കം അനുഭവപ്പെട്ടേക്കാം. അനാവശ്യമായ യാത്രകളും വിനോദങ്ങളും ചെലവുകൾ വർദ്ധിപ്പിക്കും. നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വിദഗ്ധരുടെ ഉപദേശം തേടുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഒന്നും കൂടി ആലോചിക്കുന്നത് നന്നായിരിക്കും. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ ആഴ്ചയിൽ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുമെങ്കിലും ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ചെറിയ ആശങ്കകൾ ഉണ്ടായേക്കാം. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ തിരികെ വരാൻ സാധ്യത കാണുന്നു. വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂല മറുപടി ലഭിക്കും. കണ്ണ്, പല്ല് എന്നിവയുമായി ബന്ധപ്പെട്ട് ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൃത്യമായ വിശ്രമം അത്യാവശ്യമാണ്. ഭക്ഷണകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകുക. ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് ശേഷം കാര്യങ്ങൾ അനുകൂലമാകും. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മിക്ക് നെയ്വിളക്ക് കൊളുത്തുന്നത് ഐശ്വര്യം ലഭിക്കാനും സാമ്പത്തിക തടസ്സങ്ങൾ മാറാനും സഹായിക്കും.